നമസ്കാരം. താടി എന്ന സിനിമയിലെ ഒരു ഗാനമേ ഉള്ളൂ, വളരെ മനോഹരമായ ഒരു ഗാനമാണ്. താടിയിലെ കേന്ദ്ര കഥാപാത്രമായ മാത്തുക്കുട്ടിച്ചയൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു 100ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ ഗാനം വരുന്നത്. ഈ ഗാനത്തിൻ്റെ ലിറിക്സ് ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സംഗീതം പകർന്നിരിക്കുന്നത് സുഗമ ടീച്ചറാണ്. പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മാർക്കോസ് ചേട്ടനാണ്. മാർക്കോസ് ചേട്ടൻ്റെ ആ ഗാനാലാപനം വളരെ മനോഹരമാണ്. ഈ സിനിമ ആ സമയത്ത് അതൊക്കെ ഹിറ്റാണ്. ആ പാട്ട് ശരി അന്ന് അത് പിന്നെ കിനാവിനേതൻ തോട്ടം ആ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു സമയത്ത്. അതുപോലെ പണ്ട് പാടും. ആ അത് ഇഷ്ടം 30-35 ഗാനങ്ങളൊക്കെ ചെയ്യുന്ന സമയം. നവാഗത സംവിധായകൻ റോയ് തോമസ് ഊരുമന സംവിധാനം ചെയ്ത ചലച്ചിത്രം താടി പുറത്തിറങ്ങി. ഗ്രാമാന്തരീക്ഷത്തിൽ പ്രണയം പ്രമേയമാക്കിയ ചിത്രത്തിന്റെ തിരുവനന്തപുരത്തെ ആദ്യ പ്രദർശനത്തിൽ പ്രമുഖരടക്കം നിരവധി പേർ സംബന്ധിച്ചു. ആ താഴി ഇപ്പോഴും കളഞ്ഞിട്ടുണ്ടാവില്ല. ആളെ കാണിച്ചു തന്നാ മതി, വീടിക്കുന്ന കാര്യം ഞാനേറ്റു. എങ്കിലറിയും അവരാൻ. വിലയിതാ ഇവര് പെണ്ണ് കാണാൻ വന്നാണോ പെണ്ണെ പിടിച്ചിറക്കൊണ്ടുവന്നോ? ഇതെന്നാ പരിപാടിയാ? ധർണമല്ലോ കേട്ടോ. ശുദ്ധ ഗ്രാമാന്തരീക്ഷത്തിൽ നേർത്ത അരുവി ഒഴുകും പോലെയുള്ള പ്രണയത്തിന്റെ നൈർമല്യവും അനശ്വരതയും പ്രതിപാദിക്കുന്ന താടി എന്ന ചിത്രത്തിൽ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് റോയ് തോമസ് ഉരുമനയാണ്. വർഷ ഫിലിംസാണ് ചിത്രം നിർമ്മിച്ചത്. KR വിജയ, TT ഉഷ, ശിവജി ഗുരുവായൂർ, കോട്ടയം പുരുഷൻ, രഞ്ജിത്ത് രാജ്, വിജയ്കുമാർ കൊട്ടാരത്തിൽ തുടങ്ങി അഭിനയരംഗത്തെ പ്രമുഖരും പുതുമുഖങ്ങളായ നിരവധി പേർ ഈ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. ഞാൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് താടി. താടി സിനിമയെക്കുറിച്ച് നല്ലൊരു പ്രണയ കാവ്യമാണ്. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെക്കുറിച്ചുള്ള ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജായിരിക്കും താടി എന്നതിൽ തർക്കമില്ല. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു സൗഹൃദ കൂട്ടായ്മയിലൂടെയാണ് ഈ സിനിമ രൂപപ്പെട്ടത്. സിനിമ നല്ലൊരു മികച്ച സൃഷ്ടിയായിരിക്കും. ഒരു കുഞ്ഞു സിനിമയാണ്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞാനാവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. സംഗീതം സുഗമയും ആലാപനം KG മാർക്കോസും പശ്ചാത്തല സംഗീതം അഖിൽ K നായരും നിർവഹിച്ചിരിക്കുന്നു. ശരത് ശിവാലിയുടേതാണ് ഛായാഗ്രഹണം. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ച ചിത്രം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ.